അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഈ എറണാകുളം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ്, കൊല്ലം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ്, തിരുവനന്തപുരം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് അല്ലേ? അപ്പോ ഇപ്പൊ കോഴിക്കോടേക്ക് പോയി രാവിലെ ചെറുപയർ കറി പുട്ട് അല്ലേ? അത് മാത്രമല്ല, കോഴിക്കോടത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രത്യേകത കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെ തന്നെ ഈ മത്സ്യവിഭവങ്ങൾ. ഏറ്റവും കൂടുതൽ മത്സ്യം നമ്മുടെ കൊച്ചിയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരാരും രാവിലെ അത് കഴിക്കാൻ തോന്നില്ല. അല്ല ഉച്ചയ്ക്ക് ശേഷം അല്ല വൈകിട്ട് ആണ് മത്സ്യം കഴിക്കുക. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ രാവിലെ ഞങ്ങൾ പുട്ട്, ചെറുപയർ എന്ന് പറഞ്ഞാൽ പൊറോട്ട, മത്തിക്കറി, അല്ല അയല മുളകിട്ടത്, ഇതിങ്ങനെ കിട്ടുകയാണ്. അപ്പൊ കൊച്ചിയിലോട്ട് വരുമ്പോ രാവിലെ എത്രയും സീ ഫുഡ് കഴിക്കാൻ വലിയവർക്ക് താല്പര്യം ഉണ്ടാവും. ഈ പിന്നെ ഈ ഫുഡിന്റെ കാര്യത്തില് ഒരു ചേച്ചിയെ സഹായിച്ച് ചേട്ടൻ ആ കുക്കിങ്ങിലേക്ക് വന്നത്, അതിനു മുമ്പ് ഒരു ക്രേസ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ വീട്ടിലൊക്കെ സജീവമായിരുന്നോ? ഒരിക്കലും അങ്ങനെ ഈ കുക്ക് ചെയ്ത് ഒരു ജോലി എന്നുള്ള രീതിയിലൊന്നും എനിക്കൊരു തോന്നിയിട്ടില്ലായിരുന്നില്ല. ഒരു ഭക്ഷണം ഇഷ്ടമാകുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യും, അവരുടെ കൂടെ നിന്ന് കഴിക്കും. അതിനുശേഷം ഇതൊരു ജോലിയായിട്ട് മാറിയപ്പോഴാണ് നമുക്കിനത് സ്കില്ലുണ്ടെന്ന് അറിയാം. ആസ്വദിച്ച് കഴിക്കും കുക്കിംഗ് എല്ലാവരും സത്യമായിട്ട് കഴിക്കും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഭക്ഷണം നമുക്ക് ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ പോലാണ്. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഭ്രാന്തമായിട്ട് കാണുന്ന ആൾക്കാർ, അതവരെ കൂടുതൽ ആസ്വദിക്കുക, അവരെ ഹാപ്പിയാക്കി നിർത്തുക, അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന, അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ജനങ്ങളിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുകയും എത്രയും എഫർട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരാളാണ് എനിക്ക് അപ്പവും മുട്ടക്കറി. എനി ടൈം അതൊരു എൻ്റെ ഒരു ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല മുട്ട, താറാമുട്ട അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുള്ള ഉള്ളി മസാലയൊക്കെ ഇട്ട് ഭയങ്കര വരട്ടി റോസ്റ്റ് ചെയ്തിട്ട് നല്ല മുരിഞ്ഞ അപ്പം. അത് എന്റെ വീട് ഇവിടെ അടുത്ത പോലഞ്ചേരിയ. ഞങ്ങളുടെ അവിടുത്തെ ഒരു മെയിൻ അപ്പത്തിന്റെ കൂട്ടുകറി എന്ന് പറഞ്ഞാൽ പാല് പിഴിഞ്ഞ മുട്ടക്കറി. പാല് പിഴിഞ്ഞ അതെനിക്ക് ഇഷ്ടമാണ്. അത് പാല് പിഴിഞ്ഞ മുട്ടക്കറി. ഒരു മുട്ടയുടെ രാവിലെ ഈ എഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ലോകത്തല്ല ഏറ്റവും കൂടുതൽ അധികം ഇപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോണ്ടിനെന്റിലൊക്കെ ആയാലും എഗ്ഗാണ് അവരുടെ കമ്പനി. നമുക്കാണ് ഇത്രയും ചോയ്സ്. ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം, പത്തിരി മുതലിങ്ങനെ കുഴക്കട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ എഗ്ഗിനെ അങ്ങ് ഒഴിവാക്കും. ആക്ച്വലി രാവിലെ ഒരു എഗ്ഗ് കഴിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പൊതുവെ പറയാം. അത് പലതരത്തിൽ ഇപ്പോൾ വിദേശികളൊക്കെ പോയി കഴിഞ്ഞാൽ പോച്ച് ചെയ്ത് എഗ്ഗ് കഴിക്കും, സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കും, അല്ലെ ഓംലെറ്റ്, സണ്ണി സൈഡ്, ഹാഫ് ബോയിൽ, പലതരത്തിൽ മുട്ട കഴിച്ചിട്ടാണ് തുടങ്ങുക. ഈ ചില ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു പ്രീമിയം ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൽ അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാലോ. അപ്പോൾ മിക്കതും തന്നെ ഈ സണ്ണി സൈഡൊക്കെ ഷുവറാണ്. അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വൈവിധ്യങ്ങൾ നോക്കാറുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വൈവിധ്യം. മറ്റൊരു രാജ്യത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇപ്പം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ബ്രെഡ്, ബട്ടർ, പിന്നെ കുറേ സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ സോസേജ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ് വരിക. അപ്പോൾ കേരളത്തിൽ ഇത്രമാത്രം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വെറൈറ്റി എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സമൂഹത്തിനുണ്ടെന്ന്. ഓരോ ദിവസവും ഇപ്പം തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 75 ദിവസം അല്ല 2 മാസം വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഇന്ന് കഴിച്ചത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 മാസം തുടർച്ചയായിട്ട് വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കാനുള്ള കോമ്പിനേഷൻസ് നമുക്കുണ്ട്. ശരിയാട്ടോ, ഇന്ന് ദോശ കഴിച്ചാൽ നാളെ ഇഡ്ഡലി കഴിക്കും. അത് മാത്രമല്ല, ഇത്രയും കറികളില്ലേ നമുക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് അപ്പവും മുട്ടക്കറിയും കഴിച്ചു, നാളെ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ആയിരിക്കും, വീണ്ടും ഒരു അപ്പവും കടലക്കറി കഴിച്ചാൽ ഇറ്റ്സ് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ 2 മാസത്തിലധികം വ്യത്യസ്തമായിട്ട് കഴിക്കാൻ പറ്റും. അത് വേറെ ആർക്കും ഇല്ല. വേറെ എല്ലാവർക്കും ഇന്ന് ഒരാഴ്ചത്തെ ഡെയിലി ഒരേ സാധനങ്ങൾ കഴിച്ചു പോവാന്നുള്ളത്. എനിക്ക് ഈ പിന്നെ ഈ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിന്റെ വൈവിധ്യം എനിക്ക് കുറച്ചുകൂടി ഈ മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും പോകുമ്പോഴല്ലേ. ഇതൊക്കെ നിങ്ങളുടെ കൊല്ലം പിന്നെ അതെല്ലാം തോന്നുന്നു എല്ലാ സ്ഥലത്തും. ഇപ്പൊ കേരളത്തിന് മൊത്തത്തിൽ ഈ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇപ്പം മലബാറിൽ അല്ലെങ്കിൽ ഇവരെ ഒരു അപ്പമൊന്നും രാവിലെ വീടുകളിൽ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അപ്പം കോമൺ ആയിട്ട് ദോശ അല്ലെങ്കിൽ അരിപ്പലഹാരങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ വ്യത്യാസങ്ങളും ഏറ്റവും കൂടുതലായിട്ടുള്ള സംഭവം വണ്ടി വരുന്ന മാർക്കറ്റ്. അപ്പൊ അതിലൊക്കെ നല്ല വലിയ ഗംഭീര മീനാ ഓലക്കൊടി അല്ലേ? ഓലക്കൊടി അല്ലേ? ഓലക്കൊടി മഹി എന്ന് പറയും. എന്താണ് മഹി? ഓ, ആക്ച്വലി ഇംഗ്ലീഷ് നെയിമാണ്. ഇംഗ്ലീഷും ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് നെയിമാണ് മഹി എന്നുള്ള രീതിയിലാണ്. നമ്മുടെ നാട്ടിലേക്ക് ഈ ഓലക്കൊടി എന്നാണ് പറയാനുള്ളത്. നമുക്ക് മീനിലേക്ക് എത്താം. അതിന് മുമ്പ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീനിലേക്ക്. അപ്പം പൈസേട്ടാ, ഞാൻ പൈസ കൊണ്ട് തരാട്ടോ. ഇത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കാം.
അപ്പം ഈ അപ്പത്തിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എനിക്ക് ചേട്ടൻ മുട്ടക്കറിയാണ്. ബാക്കി കൂടുതൽ ഡിമാൻഡ് ചെയ്ത കൂടുതൽ ആളുകൾ അത് ഞാൻ പറഞ്ഞില്ലേ സ്ഥലങ്ങളനുസരിച്ചിട്ട് ചിലർക്ക് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്, ചിലർ കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്, ചിലർ കിഴങ്ങ് കറി. എനിക്ക് കിഴങ്ങ് കറി ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് ഒരു മഞ്ഞ കളറിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പൂരിക്ക് കിട്ടുന്ന ബാജിയെക്കാട്ടിൽ കുറച്ചുകൂടെ ലൂസ് ആയിരിക്കണം. ഒന്ന് എന്താ പറയാ വെള്ളം ചേർത്ത് അതെ 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 ഒന്ന് ലൂസ് ആക്കിയിട്ട്. അതെ. നമുക്ക് ഈ ചേച്ചിന്റെ ഇത് കരിമീൻ, ചെറിയ ചെമ്മീൻ, വലിയ ചെമ്മീൻ, ആ കൊഞ്ച് തൊലി ഉരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കക്ക, ഇതുണ്ട ചെറിയ കക്ക ഇറച്ചിയുണ്ട്. ഈ ചെറിയ കരിമീൻ നമ്മുടെ കായലിൽ തന്നെയല്ലേ? ഇതെല്ലാം കായലിലായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിൽ മീൻ വിഭവമാറുണ്ടോ? മീൻ വിഭവം ആവാറുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ? ഞാൻ പൊതുവേ നമ്മുടെ ഈ കൊല്ലത്തുകാരനായ സ്ഥിതിക്ക് അങ്ങനെ കഴിക്കാറ്. പക്ഷെ ഇപ്പൊ ഒരു ഷെഫ് നിലയിൽ കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കടയിൽ പോയി രാവിലെ ഒരു അയലക്കറിയും പുട്ടും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ മത്തിയും ഇതായിട്ട് കഴിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ ഒരു ഫേവറേറ്റ് പറയട്ടെ, നല്ല മുരമരാന്ന് മുരിഞ്ഞ പൊറോട്ട, അതില് അല്പം പാല് വിഴിഞ്ഞ ഒരു മീൻകറി, അല്ലെങ്കിൽ ഫിഷ് മോളി അപ്പം. ഫിഷ് മോളി അപ്പം. അതെ. പക്ഷെ കഴിക്കുന്നത് പറയും മലയാളിയുടെ മുമ്പിൽ ഒരു പൊറോട്ട കണ്ടാൽ അത് രാവിലെ ആണെന്നോ ആ ഒരു ഡിഷിന് ഇപ്പൊ നമ്മൾ ചിലപ്പോ ഒരു ദോശ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് കഴിക്കണം തോന്നൂല. ഓക്കെ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഭയങ്കര ഫാനായിരിക്കണം. പക്ഷെ പൊറോട്ട എന്ന് പറയുന്ന ഒരു സാധനം മലയാളി കണ്ണ് തുറന്ന് മുമ്പിൽ അയാളുടെ മുമ്പിൽ ചുട്ടടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കഴിച്ചു പോകും. അത് നേരം വെളുത്താലും ഉച്ചയ്ക്കായാലും രാത്രിയിലായാലും അത് ഒരു പൊറോട്ട മലയാളികളെ കീഴടക്കിയ ഒരാളാണ്. മലയാളികൾ പൊറോട്ടയുടെ ഒരു അടിമയെന്ന് പറയും. കാരണം അത് അറിയാം, അതിന് ഭയങ്കര ഗുണങ്ങളില്ല, മൈദയാണ്, ബട്ട് സ്റ്റിൽ നമുക്കിഷ്ടമാണ്. അതപ്പോൾ ഇഷ്ടമുള്ള സാധനം കഴിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല, അത്രയേ ഉള്ളൂ.